ഈ മാസം 21-നകം റഷ്യയിൽ നിന്ന് നിറച്ച വെസൽസ്, അതായത് അവിടുത്തെ ക്രൂഡ് ഇന്ത്യയിൽ എത്തിയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അതാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. രണ്ടോളം വലിയ കമ്പനികൾക്ക്, ഒരു കമ്പനി ഇന്ത്യയിൽ ഓപ്പറേഷൻ ഉണ്ട്, പഴയ സാറിൻ്റെ റിഫൈനറി അവരാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന, റോസ്നെറ്റ്, പിന്നെ ലൂക്ക് ഓയിൽ. ഇന്ത്യ ഏകദേശം പൂർണ്ണമായിട്ടും റഷ്യൻ ക്രൂഡ് നിർത്തി. മനസ്സിലാക്കുക, അതിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത്. ഇന്ത്യൻ ഏകദേശം 5 റിഫൈനറി ഉണ്ട്. റിലയൻസും ഈ റോസ്നെറ്റും നയാര, ബാക്കിയുള്ളതെല്ലാം പബ്ലിക് സെക്ടറിലുമാണ്. ഇതിൻ്റെ റിഫ്ലക്ഷനാണ് റഷ്യയിൽ സംഭവിച്ചത്. പെട്ടെന്ന് ക്രൂഡിൻ്റെ റേറ്റ് $36. പല ആൾക്കാരും പറഞ്ഞു റഷ്യ അത് വില കുറച്ചു, അത് കുറച്ചു, അങ്ങനല്ല ഇങ്ങനല്ല. കൃത്യമായിട്ട് ജിയോ പൊളിറ്റിക്സ് വാച്ച് ചെയ്താൽ മനസ്സിലാക്കാം. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ അമേരിക്ക പറഞ്ഞ രീതിയിൽ ഇന്ത്യ മുഴുവനും സറണ്ടർ ചെയ്തു എന്ന വാക്ക് തന്നെ പറയാം. പിന്നെ എന്തിനാണ് ഇതിന് പോയത്? പിന്നെന്തിനാണ് ഈ 50% ടാരിഫ് കൈയോടെ തലയിൽ മേടിച്ചതിൻ്റെ ആവശ്യം? ഇത് ആർക്കാ ബേസിക്കലി നഷ്ടമുണ്ടായത്? നോക്ക്, ഇന്ത്യയുടെ ആ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് വിദേശത്ത് നിന്ന് വരുന്നത് അത് കുറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മോശമായി, അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മോശമായി. ഇന്ത്യ ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷനിലോട്ട് പോയി. അതാണ് പറഞ്ഞത്, ഡിപ്ലോമാറ്റിക് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സായി. ഇന്ത്യയിൽ സക്സസ് ആയി, പക്ഷെ ഡിപ്ലോമാറ്റിക്കലിയും കൊളാപ്സായി. ഇന്ത്യയുടെ എക്കോണമിയെ ബാധിച്ചു. ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ആ സ്ഥാനം താപ്പോട്ട് പോയി.